നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ. സ്ഥാനവില, പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാനവില, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മുഖവില. ഇപ്പോൾ പ്ലേസ് വാല്യൂ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ സ്ഥാനം, ഒരു സംഖ്യയുടെ സ്ഥാനം എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഒരു നമ്പർ എടുത്ത് നോക്കാം. 2548. ഇതിൽ ഓരോ സംഖ്യയുടെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഒറ്റയൊരു സ്ഥാനം, അതായത് വൺസ്. ഇത് 10ൻ്റെ സ്ഥാനം, ടെൻസ്. ഇത് 100ൻ്റെ സ്ഥാനം, ഹൺഡ്രഡ്സ്. ഇത് 1000ൻ്റെ സ്ഥാനം, തൗസൻഡ്സ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 8 വൺസ്, 8 വൺസ്. പിന്നെന്താണുള്ളത്? 4 ടെൻസ് പ്ലസ് 5 ഹൺഡ്രഡ്സ് പ്ലസ് 2 തൗസൻഡ്സ്. ഇതെല്ലാം ആഡ് ചെയ്ത് എന്ത് കിട്ടും? 2000 പ്ലസ് 500 പ്ലസ് 40 പ്ലസ് 8, 2548. ഓക്കെ. ഇനി ഒരു ദശാംശ സംഖ്യയാണ് വരുന്നതെങ്കിൽ, അതായത് പോയിന്റിന് ശേഷം സംഖ്യകൾ വരുന്നുണ്ടെങ്കിൽ, ഈ പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ സ്ഥാനം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഇതിപ്പോൾ എന്താണ്? 8 ഇരിക്കുന്നത് വൺസ്, ഒറ്റയുടെ സ്ഥാനത്ത്. 4 10ൻ്റെ സ്ഥാനത്ത്. 5 100ൻ്റെ സ്ഥാനത്ത്. 2 1000ൻ്റെ സ്ഥാനം, അല്ലേ? ഇനി ഈ 2 പറയുന്നത് 1/10 ആണ്. 2ൻ്റെ സ്ഥാനം, 0.2ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1/10 ആണ്. 0.25, 5ൽ വരുന്ന 5ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1/100 ആണ്. 3ൻ്റെ സ്ഥാനം 1/1000 ആണ്. ഓക്കെ. ഇനി ഇത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 × 1/10 പ്ലസ് 5 × 1/100 പ്ലസ് 3 × 1/1000, അല്ലേ? 2/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/10 എന്ന് പറഞ്ഞാൽ 0.2 അല്ലേ? ഓക്കെ. പ്ലസ് 5/100 എന്ന് പറഞ്ഞാൽ 0.05. 3/1000 എന്ന് പറഞ്ഞാൽ 0.003. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0.003 പ്ലസ് 0.05 പ്ലസ് 0.2, 352, 0.253, അല്ലേ? സ്ഥാനവില എങ്ങനെയാണ് കിട്ടുക? ഇപ്പം 8ൻ്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഇൻറ്റു അതേ സംഖ്യ, അതായത് 8ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 1 × 8, 8 ആണ് 8ൻ്റെ സ്ഥാനവില. അതേസമയം 5ൻ്റെ സ്ഥാനവില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ൻ്റെ സ്ഥാനം എത്രയാണ്? 100ൻ്റെ സ്ഥാനത്താണ് 5 ഇരിക്കുന്നത്. അപ്പോൾ 5 × 100 = 500. 500 ആണ് 5ൻ്റെ സ്ഥാനവില. അപ്പോൾ ഇതിൽ തന്നെ 5ന് 2 അഞ്ചുകളുണ്ട്. ഇതിൽ 2 അഞ്ചിനും 2 തരത്തിലുള്ള സ്ഥാനങ്ങളാണ് ഇരിക്കുന്നത്, അല്ലേ? ഒന്ന്, ഈ 5ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 100ലാണ് ഇരിക്കുന്നത്, അല്ലേ? 100ൻ്റെ സ്ഥാനത്താണ് 5. ഇവിടെയാണെങ്കിലോ 1/100ൻ്റെ സ്ഥാനത്താണ് 5. അപ്പോൾ ഈ നമ്പറിൽ 5ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ. അപ്പോൾ പോയിന്റിന് ശേഷം വരുന്ന 5ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5/100 ആണ്, 0.05, അല്ലേ? അപ്പോൾ ഒരു ചോദ്യം തരികയാണ്. ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ
5ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക അല്ലെങ്കിൽ തുക കാണുക. അപ്പോൾ എന്ത് ചെയ്യും? 500 എടുക്കുക. ആദ്യം ഈ 5 ആദ്യത്തെ 5 നോക്കുക. 5ൻ്റെ സ്ഥാനവില എന്താണ്? 5. ഇത് ഒറ്റ 10 100. 100ൻ്റെ സ്ഥാനത്താണ് 5 ഇരിക്കുന്നത്. 5 × 100 500 ആണ്. 500 മൈനസ് വ്യത്യാസമാണ് കാണേണ്ടതെങ്കിൽ 500 മൈനസ് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടാമത്തെ 5 ഇരിക്കുന്ന സ്ഥാനം ഏതാണ്? 1/100 ആണ്. സ്ഥാനവില എന്താണ്? 5 × 1/100 ദാറ്റ് ഈസ് 0.05 ആണ്. അപ്പോൾ 500 മൈനസ് എന്ത് ചെയ്യാം? 0.05 ചെയ്യാം. അപ്പോൾ എന്ത് നമുക്ക് ആൻസർ കിട്ടും? 500 മൈനസ് 0.05 എങ്ങനെയാണ് ചെയ്യാം? 0.00 മൈനസ് 0.05 അല്ലേ? അപ്പോൾ 0ൽ 5 പോയില്ല. നമ്മൾ 5 ഇങ്ങനെ നിന്ന് കടം എടുത്തുകൊണ്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 10 മൈനസ് 5 എന്ന് പറയുമ്പോൾ 5. ഇവിടെ 9 പോയിൻ്റ് ഇടുക. 9 താഴ്ത്തി ഇടുക. 9 4 499.95 ആയിരിക്കും കിട്ടുക. ഓക്കെ. അതേപോലെ നമുക്ക് രണ്ടുകളുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ 2ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള തുക കാണുക. തന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? ഇവിടെ ആദ്യത്തെ 2ൻ്റെ സ്ഥാനവില എത്രയാണ്? 2000 അല്ലേ? 1000ൻ്റെ സ്ഥാനത്താണ് 2 ഇരിക്കുന്നത്. അപ്പോൾ 2 × 1000 2000 പ്ലസ് ഈ 2 ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 2 × 1/10 അതായത് 0.2 പ്ലസ് എന്ത് ചെയ്യാം? 0.2 അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാം? 8000.00 പ്ലസ് 0.2 അല്ലേ? 0 2 ഇതല്ല ആൻസർ കിട്ടാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സ്ഥാനവില കാണേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇത് ശ്രദ്ധിക്കുക, ഒരു ചോദ്യം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് വൺസ് ഇൻ 524. അപ്പോൾ നമ്പർ ഓഫ് വൺസ് ഇൻ 524 എന്ന് പറഞ്ഞാൽ 524ൽ എത്ര ഒന്നുകൾ ഉണ്ട്? അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? 524 എത്ര? ഇതിൻ്റെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ 4 ones 2 tens 5 hundreds. അപ്പോൾ ഉടനെ നമ്മൾ ചാടി കയറി ഓപ്ഷനിൽ നോക്കിയാൽ അവിടെ 4 കാണും. നമ്മൾ 4 ടിക്ക് ചെയ്യും. അതായത് 524 4ൽ 4 വൺസുകളുണ്ട്, 4 ഒന്നുകളുണ്ട്, ഒറ്റകളുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പെട്ടെന്ന് പോയി 4 നമ്മൾ ടിക്ക് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. 524ൽ എത്ര ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാൽ 524 ഡിവൈഡഡ് ബൈ 1 എത്രയാണ് ആൻസർ? 524. 524ൽ 524 ഒന്നുകൾ ഉണ്ട്. 524 ഒന്നുകൾ ചേർന്നതാണ് ഈ സംഖ്യ. 524 എന്ന് പറയുന്ന സംഖ്യ. അപ്പോൾ നമ്പർ ഓഫ് വൺസ് ഇൻ 524 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് ആൻസർ. ഇനി ഏത് സംഖ്യ ആയാലും അതിലെത്ര വൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതേ സംഖ്യ ആയിരിക്കും ആൻസർ. ഒരിക്കലും നമ്മൾ സ്ഥാനം നോക്കിയിട്ട് നമ്മൾ ആൻസർ എഴുതരുത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ടെൻസ് ഇൻ 524. 524ൽ എത്ര പത്തുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യരുത്? 524 എഴുതി ഇവിടെ 10ൻ്റെ സ്ഥാനത്ത് എത്ര 2 ഇരിക്കുന്നു. അപ്പോൾ 2 tens. നമ്മൾ അങ്ങനെ എഴുതരുത്. എന്ത് ചെയ്യണം? 524നെ എത്ര പത്തുകളുണ്ടെന്നറിയാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 52.4. അതായത് 52 പത്തുകൾ ഉണ്ട്. 524ൽ 52 പത്തുകളുണ്ട്. ഒരിക്കലും 2 × 10 2 tens അങ്ങനെ നമ്മൾ ആൻസർ എഴുതാൻ പാടില്ല. അത് സ്ഥാനവിലയാണ്. ഓക്കെ, 2ൻ്റെ സ്ഥാനമാണ് 10 എന്ന് പറയുന്നത്. അതായത് 2 × 10 സ്ഥാനവിലയാണ് 20. ഓക്കെ, നമ്മൾ ഇത് മാറിപ്പോകരുത്. 524ൽ എത്ര പത്തുകളുണ്ടെന്ന് ചോദിച്ചാൽ 524 ഡിവൈഡഡ് ബൈ 10 അതായത് 52.4. 52 10
10കളാണ് 524 ഉള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കുക. നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് ഇൻ 5245. എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യരുത്? സ്ഥാനം എഴുതരുത്. ഒറ്റ, 10, 100, 1000. അപ്പോൾ നമ്മൾ 100ൻ്റെ സ്ഥാനത്ത് എന്ത് കാണും? 2 കാണും. അപ്പോൾ 5245 2 100കളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ എഴുതരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അതിൻ്റെ സ്ഥാനമാണ്. സ്ഥാനവിലയാണ് 200. സ്ഥാനം 100. ഓക്കെ, 2ൻ്റെ സ്ഥാനമാണ് 100 ഇവിടെ. നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 5245 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 52.45. അപ്പോൾ ഈ സംഖ്യയിൽ 52 100കൾ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻസിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് എന്തായാലും നിർബന്ധമായിട്ട് 2 കാണും. പിന്നെ എന്തുണ്ടാവും? 52 കാണും. പക്ഷെ നമ്മൾ 200 സ്ഥാനം വെച്ച് നമ്മൾ പെട്ടെന്ന് പോയി 2 ടിക്ക് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. തന്നിരിക്കുന്ന നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 52 ഇവിടെ ആൻസർ. ഓക്കെ, 52 ഹൺഡ്രഡ്സ് ആണ് 5245 അടുത്തൊരു ചോദ്യം നോക്കാം. 13,313 ones മേക്സ് ദ നമ്പർ ഡാഷ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇത് ഏത് നമ്പറാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? 13,000 3 hundreds 13 ones makes the number 31331. Okay, 13,313. Okay.